കാൽമുട്ടിൽ ഒരു ഇഞ്ചുറി വന്നതിന് ശേഷം ഒരു എക്സസൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് സർജറി ഒഴിവാക്കിക്കൊണ്ട് ചെയ്യേണ്ട എക്സസൈസ് ആണ്. സാധാരണ രീതിയിൽ ഇതിനെ നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയാം. സർജറി മാക്സിമം ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് എക്സസൈസസ്. ഈ ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും ഇപ്പോൾ ഉള്ള ഇഞ്ചുറി കൂടാൻ പാടില്ല എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെ വേണം എക്സസൈസ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ജനറൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽസ് ഒക്കെ ഇമ്പ്രൂവ് ആവും, പക്ഷേ ആ എക്സസൈസ് കാരണം മുട്ടിലുണ്ടാവുന്ന ലോഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ വെയിറ്റ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ലെഗിൻ്റെ പവർ, ഇത് കൂടാതെ നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ ജോലികളിൽ നിങ്ങൾ കൂടുതലും ചെയ്യുന്നത്, അതിൽ എത്രത്തോളം സ്ട്രെയിൻ മുട്ടിൽ വരുന്നുണ്ട്, ഇങ്ങനെ പല ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഈ ഒരു റീഹാബിലിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓഫ് ലോഡിങ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എക്സസൈസസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫ് ലോഡ് വരുന്നുണ്ടാവും, പക്ഷേ ആക്ടിവിറ്റീസിൽ ലോഡ് കൂടുന്നുണ്ടെങ്കിൽ ഇതും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം. അപ്പോൾ ഓരോ സമയത്തും എക്സസൈസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ കെയർ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ വരുന്ന ഓവർലോഡിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏത് ആക്ടിവിറ്റീസിലൊക്കെ ഓവർലോഡ് വരുന്നു എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലും ഉണ്ടാവില്ല. നിങ്ങളത് പറയാൻ തയ്യാറാവുമ്പോഴാണ് അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഏത് ആക്ടിവിറ്റിയാണ് ഓവർലോഡ് ആക്കുന്നത് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിംഗ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഓവർലോഡ്, അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്ന ഓവർലോഡ്, ഇങ്ങനെ പല കാര്യങ്ങളിൽ മുട്ടിൽ ഓവർലോഡ് വരും. ഈ ഓവർലോഡിനെയൊക്കെ മാനേജ് ചെയ്ത് എക്സസൈസിൽ ഉണ്ടാകുന്ന ഓവർലോഡിനെ മാനേജ് ചെയ്ത് വേണം നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ. ഇല്ലെങ്കിൽ അവിടെ ഹീലിംഗ് ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ അവിടെ ഹീലിംഗ് ശരിയായ രീതിയിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ നോൺ സർജിക്കൽ റീഹാബ് എന്നുള്ളത് പ്രീ സർജിക്കൽ റീഹാബായിട്ട് മാറും. അതായത് സർജറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനായിട്ട് മാറും. അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും സർജറി ചെയ്യേണ്ടി വരും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതനുസരിച്ച് മാത്രം കൃത്യമായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിയിട്ട് മാത്രം ഈ എക്സസൈസസ് ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. അതുകൊണ്ട് തന്നെ നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒന്നല്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് സജസ്റ്റ് ചെയ്യൂ. ആ ആളുകൾ കൃത്യമായിട്ട് തന്നെ എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. കൃത്യസമയത്ത് തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്.